ഹലോ ഗൈസ്, പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് മീൻ ചട്ടിയിൽ വന്നിരിക്കുകയാണ്. കുറേ നാളത്തെ മമ്മിയുടെ ആഗ്രഹമാണ്. സോ നമ്മളങ്ങനെ ഫൈനലി മീൻ ചട്ടി വന്നിരിക്കുക. ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. അടിപൊളി ഫുഡാണെന്നൊക്കെ പറയുന്നത് കേട്ടാണ്. സോ എന്തായാലും നോക്കാം ഗൈസ്. മീൻ ചട്ടി തനിനാടൻ 12 to 4 PM ആണ് ഗൈസ് വർക്കിംഗ് ടൈം. സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളി സീ ഫുഡ് ഊണ് കിട്ടുമെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആംബിയൻസ് വരുന്നത്. ഒരു പച്ചയും മഞ്ഞൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ആംബിയൻസ് സെറ്റപ്പാണ് നമുക്ക് വരുന്നത്. പിന്നെ അത് ഇവിടെ നമുക്ക് ഓരോ മൂവി പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കക്കയും കൂന്തളും. ആ പിന്നെ ഇതിന് ഏതാണ്ട് വെള്ളമീനുണ്ട്, ഹമ്മുണ്ട്, പിലോപ്പിൻ്റെ നട്ടുണ്ട്, ഏരിയുണ്ട്, വരാനുണ്ട്. ആ ഇത് നെയ്മീനാണോ? കേര അതോ ഓലിയാണോ? ആ ഏതാണ് ഇത്? കരിമീനല്ലേ? ചെറുത് മതിയില്ലേ? ചെറുതെടുത്തോ, വൈറ്റ് ആവോലി എടുത്തോ. ആ അത് ഫിഷ് മോളിയാണോ? കാളഞ്ചി പാൽക്കറിയില്ലേ? ആ അതും അതിനെടുത്തോ, അതും അതിനെടുത്തോ. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇല വന്നിട്ടുണ്ട്. ഇലയിൽ നമുക്ക് പയറുപ്പേരി ഉണ്ട്, പിന്നെ ഇത് പടവലങ്ങ മിക്സ്, പരിപ്പും കൂടി മിക്സ്, പിന്നെ തേങ്ങ ചമ്മന്തിയും അച്ചാറും വന്നു. പിന്നെ ഇത് നമ്മുടെ ചോറും പപ്പടം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ സാധനം കക്ക ഇറച്ചി. പിന്നെ ഇത് നമ്മുടെ സ്ക്വിഡാണ്, കൂന്തളാണ്. സോ അതും വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മീൻ ചട്ടിയിലെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള കാളാഞ്ചി പാൽക്കറിയും. പിന്നെ ഇത് നമുക്ക് നോർമലായിട്ട് എടുക്കാനായിട്ട് മീൻ കറിയും സാമ്പാറും ഉണ്ട്. സോ ആദ്യം തന്നെ മീൻ കറി ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊന്നൊക്കെ. അപ്പം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിടി അങ്ങോട്ട് കഴിക്കുകയാണ്. സോ കഴിച്ച് നോക്കിയപ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ. നല്ലൊരു മീൻ കറി ആണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല സെറ്റ് മീൻ കറി ആയിരുന്നു. അപ്പോൾ ആ മീൻ കറി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഊണ് പറയുമ്പോൾ തന്നെ കിട്ടുന്നതാണ് മീൻ കറിയും പിന്നെ സാമ്പാറും. അപ്പോൾ അത് കൊള്ളായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാടയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. കാടയും പോട്ടെ, തേങ്ങ നമ്മുടെ കക്കയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. സോ കക്കയും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീൻസ് തന്നെയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൂന്തൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂന്തൽ മസാല ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം കഴിച്ച് നോക്കി. അതിനിപ്പോൾ നൈസ് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കാളാഞ്ചി പാൽക്കറി ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്, സിഗ്നേച്ചർ സാധനമാണ്. സോ ഉള്ളിൽ കാളാഞ്ചി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണ് സ്കിന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്നത്. സോ അത് നമുക്ക് കുറച്ച് ചോറിലേക്ക് കൂടി മിക്സ് ചെയ്തിട്ട് ആ ചാറോട് കൂടി കഴിച്ച് നോക്കാം. സോ കഴിച്ച് നോക്കിയപ്പോൾ സംഭവം കൊള്ളാട്ടോ. ഒരു പ്രത്യേകതരം ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പാൽക്കറി എന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു അടിപൊളി കിഡിലൻ സാധനമാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ നമ്മൾ മീൻ ചട്ടിയിൽ പോയതിന്. പിന്നെ നമ്മുടെ വൈറ്റ് ആവോലി ഫ്രൈ വന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ കഴിച്ച് നോക്കിയതിനിപ്പം ഭയങ്കര ഫ്രൈ ആയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രൈയോ അല്ല ഭയങ്കര ഇതായിട്ടോ അല്ല, നല്ലൊരു കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ മീൻ ചട്ടി ഒരു കിടിലൻ റെസ്റ്റോറൻ്റാണ്. അവിടെ നമുക്ക് സീ ഫുഡ് ഐറ്റംസ് വേറെ ലെവലിൽ ടേസ്റ്റിൽ കഴിക്കാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള കാളാഞ്ചി പാൽക്കറി മസ്റ്റ് ട്രൈ ആണ്, കഴിച്ചു നോക്കേണ്ടതാണ്. പിന്നെ അവിടുത്തെ ആവോലി ഫ്രൈ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രൈ ആയിട്ടുമില്ല, എന്നാൽ പൊള്ളിച്ചതുപോലെ അല്ല, ഒരു മിക്സ് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന പോലത്തെ ഒരു പ്രത്യേകതരം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, കിടിലൻ ഫുഡായിരുന്നു. നമുക്ക് അധികം റേറ്റും ആവുന്നില്ല കേട്ടോ. സാധനങ്ങൾക്ക് മീനിൻ്റെ റേറ്റിന് മാത്രം വേരി ചെയ്യുമെന്നല്ലാണ്ട് ബാക്കി ഇപ്പോൾ നമ്മൾ കക്ക മേടിച്ചതായാലും കൂന്തളായാലും ആ ചെറിയ പോർഷൻ നമുക്ക് വേറെ 50 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഭയങ്കര അഫോർഡബിൾ ആണ്. സോ നിങ്ങൾ ഇപ്പോൾ പറവൂരായാലും പെരുമ്പാവൂരായാലും മറ്റൂരായാലും എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്കമാലിലും ഉണ്ട്. സോ പോണ വഴിയിൽ എവിടെയെങ്കിലും കാണാനെങ്കിൽ കഴിച്ചു നോക്കിക്കും, മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി കടയാണ്. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ 4 അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും